ടൈറ്റാനിക്കിലത്തെ പോയില്ലേ ഇങ്ങനെ ടൈറ്റാനിക്കിൽ അവർ രണ്ടുപേരും പായസങ്ങളൊക്കെ അല്ലേ. ഏത് നിമിഷവും മഴ പെയ്യും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടെടുത്തിട്ട് അവിടേക്ക് ഒറ്റ ഓട്ടോ ഓടിട്ട് ഞങ്ങള്. അയ്യോ മഴ തൂളി തുടങ്ങി. സരിത തീ ഓഫി. നമ്മുടെ മുറുക്ക് ഗോതമ്പ് പായസം റെഡി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മുറ്റത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കാരുണ്ട്, കുഴപ്പമില്ല. നമ്മൾ പായസം സീരീസിലത്തെ മൂന്നാമത്തെ പായസം ചെയ്യാൻ പോണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്, വലിയ അധികം സാധനങ്ങളൊന്നും വേണ്ട. ഇത് നമ്മുടെ സാധാരണ നുറുക്കില്ലേ, അല്ല സാധാരണ ഗോതമ്പ് നുറുക്ക്, സൂചി ഗോതമ്പിൻ്റെ നുറുക്കല്ല കേട്ടോ. നമ്മൾ സാധാരണ ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. അത് സാധാരണ നമ്മൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ചെറിയൊരു 200 മില്ലി ഗ്ലാസ്, സാധാരണ വെള്ളം കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അതുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത്, ആദ്യം തന്നെ ചെയ്തിട്ട് 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പശുവും പാൽ എടുത്തിട്ടുണ്ട് 1.5 ലിറ്റർ കേട്ടോ. പിന്നെ സാധനം നുറുക്ക് ഗോതമ്പിന്റെ പായസമാണെങ്കിലും ഇത് നമ്മളിത് നുറുക്ക് ഗോതമ്പാണെന്ന് പറയാണ്ട് ആർക്കെങ്കിലും ഇത് ഒരു ഗ്ലാസ് കൊടുത്താൽ പാലട പ്രഥമനാണെന്നേ പറയൂ കേട്ടാ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്, നമ്മൾ ഉരുളി അടുപ്പത്ത് വയ്ക്കണം. അത് അതല്ല അവിടെ തീയതി, ഇതാണ് വലിയ അടുപ്പേ, ഇത് ചെറുതാ. അപ്പോൾ മതി. നിനക്ക് ഇളക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോ. അപ്പോൾ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ പഴയ ഓർമ്മകൾ ഇങ്ങോട്ട് വരുന്നു. ഓർമ്മകൾ കഥകളൊക്കെ പിന്നെ പറയാം. 4-5 മാസമായില്ലേ, 4.5 മാസം വീഡിയോ എടുത്തിട്ട്. ജഗുവിൻ്റെ കൂട്ടുകാരനും അവിടെ നിന്ന് വർത്താനം പറയാം. അവർ കുറേ നാളായി കണ്ടിട്ട്. ഇതേ കണ്ട, ആദെന്നാണ് ജഗുവിൻ്റെ കൂട്ടുകാരൻ്റെ പേര്. അവൻ ജഗുവിനെ കാണാൻ വന്നാണ് കേട്ടാ. ഹോം ടൂർ വീഡിയോ കണ്ടേ, അപ്പൊ വീട് നേരിട്ട് കാണാനായിട്ട് അവൻ വന്നതാ. ഇവിടെ തൊട്ടടുത്ത് തന്നെ അവൻ്റെ വീട്. നമ്മൾ ഈ പായസത്തിന് 300 ഗ്രാം പഞ്ചസാരയാണ് എടുത്തോണത്. 1.5 ലിറ്റർ പാല്, 1 ഗ്ലാസ് ഗോതമ്പ് നുറുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ. 1. അതായത് ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. പാലടയുടെ ആ കളർ കിട്ടണ്ടേ, ആ പിങ്ക് കളറ്, അതിന് വേണ്ടിയിട്ട്. കളർ മാറിക്കൊണ്ടിരിക്കുന്നു പഞ്ചസാര. ഇത്തവണത്തെ ഓണല്ലേ, മഴയിൽ കുളിക്കുന്നതുകൊണ്ട്. ആൾക്കാർക്ക് പുറത്തു പോകാനൊന്നും പറ്റില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ മഴയായാലും എന്ത്. ഇന്നലത്തെ നമ്മുടെ കുമ്പളങ്ങ പ്രഥമനുണ്ടല്ലോ, അത് ഷാൻചേട്ടനും സജീവനൊക്കെ കൊണ്ടുകൊടുത്തിട്ടേ, അത് പക്ഷെ വീഡിയോ എടുത്തില്ല കേട്ടാ. കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനെ ആലോചിച്ച് തന്നു അവര്, എന്ത് പായസമാണ്. ചേച്ചി ഷാൻചേട്ടൻ്റെ ചേച്ചിയും ഷാൻചേട്ടനും ഇങ്ങനെ ആലോചിച്ചു. ബല്യേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ബല്യേട്ടനും ചേച്ചിയും ഇങ്ങനെ ആലോചിച്ചു. എല്ലാവരും ആലോചിച്ചത് എന്ത് കളർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നന്നായി കളറായിക്കോട്ടെ, നമ്മുടെ നല്ല കടുപ്പുള്ള ചായര പോലെ ആയിക്കോട്ടെ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പാല് തിരീശ് ഒഴിക്കണം കേട്ടോ. 1.5 ലിറ്റർ പാല്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പശുവും പാല് ഉപയോഗിക്കുകയാണെങ്കിൽ പാല്, അതായത് നാളികേരം പാൽ ഒഴിച്ച് ബാക്കി നാളികേരം പാലിന് ശർക്കരയും പശുവും പാലിന് പഞ്ചസാരയാണ് സാധാരണ പായസങ്ങൾക്ക് ചേർക്കാട്ടാ. ഇതേ പായസം നാളികേരം പാലിൽ വെക്കാട്ടാ. ഇത് ഇതിന് വയ്ക്കുക അല്ല, തന്നെ ഗോതമ്പ് പായസം നാളികേര പാലിലല്ലേ വയ്ക്കുക സദ്യക്കുള്ളത്. അത് നമ്മൾ ചെയ്യണ്ടേ, നമ്മള് ആ പിടിയിട്ടില്ലേ. പഞ്ചസാര. ഏത് നിമിഷവും മഴ പെയ്യും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടെടുത്തിട്ട് അവിടേക്ക് ഒറ്റ ഓട്ടോ ഓടിട്ട് ഞങ്ങള്. അയ്യോ മഴ തൂളി തുടങ്ങി. സരിത തീ ഓഫി. അടുക്കളയിലേക്ക് തന്നെ പോവാം. അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും എത്തി. നമ്മൾ മനഃപൂർവ്വം
ഇവിടെ ചെയ്യണതെന്ന് മനസ്സിലായില്ലേ, മഴയുടെ സാഹചര്യം നോക്കിയിട്ടാണ്. പിന്നെ എന്താ വെച്ചിട്ട് നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും റെഡി ചെയ്യുക കാരണം അവിടെ നിന്ന് എടുത്തങ്ങോട്ട് ഒറ്റ ഓട്ടങ്ങട്. മുമ്പാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണിരുന്നു. മുന്നാവുമ്പോ നമ്മളൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ മേശ പിടിച്ച് സിറ്റ് ഔട്ടിൽ കയറ്റിട്ട് സിറ്റ് ഔട്ടിൽ ഇതൊക്കെ വീണ്ടും സെറ്റ് ചെയ്തിട്ട് വേണം. പിന്നെ ലൈറ്റുകളൊക്കെ വെച്ച് അല്ലേ, നല്ലൊരു പണിയായിരുന്നു. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒറ്റോട്ടം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ അവിടെ തടസ്സമൊന്നുമില്ല, നേരെ ഓടി വരാം ഒറ്റോട്ടം. അപ്പൊ അത് സൂക്ഷിക്കണം. പാല് ഇത്രയ്ക്കുള്ള കാരണം തിളച്ച് പെട്ടെന്നാവും പോവതില്ലേ, ഈ അടുപ്പില് പോവാൻ പാടില്ലല്ലോ അടുപ്പിന്റെ. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ എടുത്ത് ഒറ്റ വെക്കില് അപ്പുറത്തിലേക്ക് എടുത്ത് വെക്കും. അപ്പൊ മറ്റേ തുണി എടുത്ത് കൈ പിടിച്ചോണ്ടാ തള വന്നു തുടങ്ങി. ഇതിലാണ്ട് ഈ അടുപ്പിൽ വെച്ചപ്പോഴേക്കും പെട്ടെന്ന് തിളച്ചു തുടങ്ങി. ഇത് പാലില്ലേ തിളവൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് നുറുക്ക്, കഴുകി വെച്ച ഗോതമ്പ് നുറുക്ക് നമ്മൾ ഇരിക്കാണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ കിടന്ന് വേവണം. ജഗ്ഗുവിന്റെ പിറന്നാളിനെ ജഗ്ഗുവിന്റെ കഴിഞ്ഞ പോലെ പിറന്നാളിന് നമ്മളിവിടെ സദ്യക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പൊ പാലട ഉണ്ടാക്കി, പരിപ്പ് പായസം ഉണ്ടാക്കി. അപ്പൊ പാലട പായസം നമ്മുടെ ബാക്കിലത്തെ വർക്ക് ഏരിയയില് വലിയ അടുപ്പ് വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കണ കേട്ടാ, വലിയ ഉരുളിയില്. അപ്പൊ തന്നെ എന്റെ അമ്മ പറഞ്ഞു കേട്ടാ, ഇതില് പാല് ഏതാണ്ട് ആ ഉരുളിയിലെ 3/4 ഭാഗം പാല് തിളപ്പിക്കാൻ വെച്ചേക്കാം. ഇത് തിളച്ച് പെട്ടെന്ന് പോവും. തള വരുന്നു എന്ന് കാണുമ്പോഴേക്കും തീ കെടുത്തിയാലും കാര്യമില്ല, ഉരുളിയിലെ ചൂടുകൊണ്ട് തിളച്ചു പോകുന്നൊക്കെ എന്റെ അമ്മ നിന്ന് പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ചേട്ടൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സജീവനും വന്നപ്പോഴും ഞാൻ മറ്റേ ഉരുളി നമുക്ക് മുകളിൽ വലിയ ഉരുളി ഇവിടെ ഇരിക്കുന്നുണ്ട്, മുകളിലാണെന്ന് മാത്രം, ടെറസിന്റെ മുകളിലാണ്. അതെടുത്തിട്ട് ഇതിലേക്ക് പകർത്താൻ ചേട്ടാ നല്ലത് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സജീവൻ വന്നത്. സജീവന് എന്തിനു ചേച്ചിയെ ഇതൊന്നും തിളച്ചൂല, അപ്പനെ തീ കെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞു നിൽക്കണ എന്റെ ഇടയില്. ഇത് വരലും ചേട്ടൻ തീ കെടുത്തി, പക്ഷെ പകുതി പാല് തിളച്ചു പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോ സജീവനെ കാണാനില്ലേ, സജീവൻ മുങ്ങി. ഇതിന് ഉരുളിക്ക് ചൂടുണ്ടാവില്ല, നല്ല ചൂടുണ്ടാവില്ലോ. അപ്പൊ ആ ചൂടിൽ തന്നെ ആള് ഞാൻ പുറത്ത് ഈ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ കൂടി പോയി. ഒക്കെ പോയില്ലേ, കുറച്ച് പാല്, ഒരു 2-3-4 പാക്കറ്റ് പാല് പോയി. 2 ലിറ്റർ അത്ര തന്നെ പോയിട്ടുണ്ടാവുള്ളോ. ഇനി ഇതില് കിടന്ന് വേവട്ടെ. ഇപ്പൊ തന്നെ നോക്കിയാ പാലടയുടെ ഒരു കളറാണ് വരുന്നത്, കണ്ട നമുക്ക് ഇളക്കുമ്പോ ഗോതമ്പിന്റെ ഉപ്പുമാവിന്റെ മണം വരുന്നല്ലോ. സ്കൂളിലത്തെ ഓർമ്മ, നൊസ്റ്റാൾജിയ. ഉപ്പുമാവിന്റെ മണം എന്ന് പറഞ്ഞാൽ ശരിക്കും കടുക് പൊട്ടിച്ച് അതിൽ ഇഞ്ചിയും സബോളയും പച്ചമുളകും കൂടി വഴറ്റുമ്പോഴുള്ള ആ ഒരു മണാണ്. ആ മണം ഇപ്പൊ വരില്ല. അല്ല, ഗോതമ്പിന്റെ മണം വരുന്നുണ്ടെന്ന് പറയാം. അതിന് പോവും, ഏലക്കായും പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അത് പോവും. നമ്മളത് വെന്തുകൊണ്ടിരിക്കണം കേട്ടോ. നോക്കിയേ, നല്ല ഈ പറഞ്ഞ പോലെ പാലടര ആ ഒരു കട്ടില്ലേ, കാണുമ്പോ പാലട പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് വെന്തോന്ന് വേണമെങ്കിൽ ഒരു സ്വല്പം എടുത്തിട്ട്, അയ്യോ 3/4 വേവ് അതിൻ്റെ കൈ പൊള്ളിയൻ്റെ ചെറുതായിട്ട് അടപ്പത്ത് തിളക്കണ സാധനം അല്ലാതെ. ഇന്നലെ തൊട്ടാണ് നോക്കിയേ, ഇന്നലെ ശർക്കര നീര് എടുത്തിട്ട് വെയിലേക്ക് ഒഴിച്ചു. അതൊരു കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, കൈ ശരിക്ക് പൊള്ളി ഇങ്ങനെ തുള്ളി എടുത്തിട്ട്. ഏത് നമ്മുടെ കുമ്പളങ്ങ പായസത്തിലേ ഞാനിരുന്നിട്ടേ മധുരം കൂടി എന്ന് പറയുമ്പോൾ ചേട്ടന് മധുരം കൂടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാ അടുത്ത് അന്ന് കുറച്ച് സമയം ഊതി ചൂടാക്കിയിട്ടല്ലേ നമ്മൾ കയ്യിലൊഴിക്കുക. അതിന് വരെ നേരെ എടുത്തിട്ട് ഒറ്റ ഒഴിക്കല്. മധുരം കൂടിയിട്ടൊന്നുമില്ല, അത്രയും മധുരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സരിത പറയും കൂടി 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിക്കും. മധുരം അത്രയ്ക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ടായിരിക്കും. സജീവനും ഷാജനും അത് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് വീഡിയോ പിടിക്കാൻ മറന്നു. ഞാനത് കാലത്ത് ഇന്നലെ വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ആ പൈസ അവർക്ക് കൊണ്ടുകൊടുത്തത്. ഇന്നത്തേക്ക് അത് ഭയങ്കര ടേസ്റ്റായി. മറ്റേ ഉരുളി വടിച്ച് നക്കി. നമ്മുടെ മീൻ കുളത്തിലത്തെ വാളയ്ക്കില്ലേ, നീ വലിപ്പായി ഒരു 1.5 കിലോന് മീതിയിട്ടില്ല, 1.5 കിലോന്റെ അടുത്തേക്ക് ഓരോന്ന് വാളകള് പിടിച്ച് ശരിയാക്കി കാണിച്ചു തരാം. 2 ദിവസം മുന്നേ വെള്ളം വറ്റിച്ചു. വെള്ളം വറ്റിച്ചു.
അപ്പോൾ ഞാൻ വെള്ളം നിറച്ചു പിടിച്ചൊന്നും ചെയ്തില്ലായിരിക്കും ഇനി ഇട്ടു വലുതാവട്ടെ. അപ്പോൾ സമയില്ലേ ഒന്നിനെ. നമ്മുടെ തുണികൾ കുറച്ച് ആവശ്യത്തിനിടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി വീട്ടിലേക്ക് പോകുമ്പോൾ, കണ്ണംകുളങ്ങരയ്ക്ക് പോകുമ്പോൾ. ബാക്കിയൊക്കെ ടെറസിൻ്റെ മുകളിൽ ചാക്കിലും പെട്ടികളിലും ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയും നാളവിടെ ഇരുന്നില്ലേ, 4.5 മാസത്തോളം ഇരിക്കുകയും ചെയ്തു. മാത്രമല്ല അതിൻ്റെ ഇടയിൽ മഴ, മെയ് മാസം മുഴുവൻ മഴയായിരുന്നു. അപ്പം അവിടെ ശരിക്ക് ചുറ്റും ചുമരില്ലല്ലോ, എന്താ പറയുക, ഒരു 2-3 അടിയോളം ഉയരത്തിലെ ചുമരുള്ള, ബാക്കി വെറുതെ നെറ്റാ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമൊക്കെ അടിച്ചിട്ടേ അതാകെ പൂത്ത്, എന്താ പറയാ, ഒരുവിധം നമ്മുടെ ഡ്രസ്സുകളൊക്കെ പോയി. പിന്നെ എലികളൊക്കെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങള് വെള്ളം ടാങ്ക് ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴുണ്ട് 6 എലികൾ എലി പെറ്റി കിടക്കണം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒതുക്കാൻ പറ്റില്ല. കുറേശ്ശെ ഞാൻ ഇറക്കി കഴുകിയിട്ട് ഉണക്കി അകത്തി കയറ്റാന്ന് വിചാരിച്ചോട്ടെ. അതിൻ്റെ ഇടയിലാണ് വാഷിംഗ് മെഷീൻ 4.5 മാസത്തോളം വെറുതെ എടുക്കല്ലായിരുന്നു. അപ്പം അത് വർക്കിയില്ലേ, അപ്പം അത് നന്നാക്കാൻ കൊടുത്തേക്കായി കളഞ്ഞു. അപ്പം ഞാൻ കുറേശ്ശെ ഡ്രസ്സ് വലിയേട്ടൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അലക്കിയിട്ട്, അപ്പം നല്ല മഴ, ഇനി അത് ഉണങ്ങിയിട്ട് ശേഷമാണ് ഞാൻ അടുത്ത് ഇറക്കാൻ പറ്റുള്ളൂ. കുറെ പണികളുണ്ട്. പാത്രങ്ങളും എല്ലാതും ഇവിടെ ഇറക്കിയിട്ടില്ലേ, അതും കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് വേണം ഇങ്ങനെ ഒതുക്കാൻ. അങ്ങനെ ഓരോ പണികൾ ദിവസം കുറേശ്ശായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. തലമുണ്ട് ഇന്നലെ നല്ലൊരു ഇടിച്ചു. ടൈറ്റാനിക്കിൽ അവർ രണ്ടുപേരും പായസങ്ങളൊക്കെ അല്ലേ. ചേട്ടാ പഞ്ചസാര ഇട്ടോ, പഞ്ചസാര ഇത് വെന്തൂട്ടാ, പഞ്ചസാര ഇടാം നമുക്ക്. പഞ്ചസാര ഇടണോ? നമ്മള് 300 ഗ്രാം പഞ്ചസാര എടുത്തോളൂ കേട്ടാ. എന്താ കുറച്ച് നമ്മൾ കാരമലൈസ് ചെയ്തു. പഞ്ചസാര ഇടുമ്പോ കുറച്ച് ലൂസാവും. അപ്പൊ നമ്മൾ വിചാരിച്ച കട്ടിയിൽ നമുക്ക് ഈ സാധനം നിർത്താം, കറക്റ്റായിട്ടേ നിർത്താം പായസത്തിന്. ശരിക്കും പാലട തന്നെയാന്നാ പറയുള്ളൂ. അടിപൊളി കളറ്. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏലക്കായില്ലേ, ഒരു 5-10 ഏലക്കായ പൊടിച്ചത്, ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചാറാണ് ഈ കളർ കേട്ടോ. അത് ഇതിരിക്കുന്നു. ഇളക്ക പാകത്തിന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഒരു സ്വല്പം നേരം ഇളക്കിക്കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തിടാൻ പോവാണ്. നെയ്യിലാണ് മൂപ്പിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ പായസം പാകമായി. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തിടാൻ പോകണം. 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഇതിലേക്ക് ആക്കണം. നെയ്യിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് കുറച്ച് കഴുകി വെച്ചാലാണ് കേട്ടോ ഈ പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതിലേക്ക് തന്നെ ഉണക്കമുന്തിരിട്ടാ. നമ്മളത് വറവായി നമ്മൾ പായസരിക്കാണ്ട് ചെയ്യണം. നമ്മുടെ മുറുക്ക് ഗോതമ്പ് പായസം റെഡി. നമ്മൾ പായസം കുടിക്കാനായിട്ട് ഇന്ന് ഒരു അതിഥിയുണ്ട്, ജഗുവിൻ്റെ കൂട്ടുകാരൻ ആദം കളിക്കാൻ വന്നിട്ട് പോയിട്ടില്ല. അപ്പോൾ സരിത പായസം കൊണ്ടുവരാണ്. അങ്ങനെ ആദം നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടാണ് കേട്ടാ. ചൂടുണ്ടാവും. ആദത്തിന് പായസം ഇഷ്ടം? അതെ. ആദത്തിന്റെ അച്ഛനാക്കില്ലേ, നമ്മുടെ സജീവിന്റെ അനിയന്റെ കൂട്ടുകാരനാണ്. കുടിക്കി ചൂടില്ലേ?
കുടിക്കാൻ ചൂടുള്ളൂ. സൂപ്പർ പായസം അല്ലേ? പാലട കണത്തിലെ പെട്ട തന്നെ ഗോതമ്പ് നമ്മൾ ചവയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അല്ലേ? പാലടയുടെ ടേസ്റ്റ് അല്ലല്ലോ. ടേസ്റ്റ് ഉണ്ട്. ആ പാലട ഗോതമ്പ് ചവയ്ക്കുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ശരിക്കും പാലട തന്നെ. അതെന്ത് പറയുന്നു? രസണ്ടാ? ആദം എന്ത് റിങ്ങലിച്ചിട്ടിരിക്കണേ? സാധാരണ പോലെ ശ്വാസമൊക്കെ വിട്ടിട്ടിരുന്നോട്ടാ. സാധാരണ ജഗ്ഗുന്റെ കൂടെ കളിക്കാനായിട്ട് വരുന്നത് ജോവിനും ജസ്വിനും. അപ്പൊ ജസ്വിന് ഇപ്പൊ പനി, അത് കാരണം അവരിങ്ങോട്ട് വന്നിട്ടില്ലേ കളിക്കാനായിട്ട്. അപ്പൊ നാദം വന്നു. നാദം വന്നപ്പോഴാണ് ഞങ്ങള് പാചകം തുടങ്ങിയത്. നല്ല മഴക്കാരുണ്ടായിരുന്നു. മഴ കാരണം ഇവിടെ എത്തിയോടി. അല്ലെങ്കിൽ അവര് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത്. പായസം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്താണ് നാദം വന്നത് എന്ന് പറയൂ. അങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ നല്ല പായസമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചെലവ് അധികമില്ല അല്ലേ? ഇത്രയും പായസം ഉണ്ടാക്കാൻ അധികം ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിർത്താം. അപ്പോൾ പായസം ഇഷ്ടമായി നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ നമ്മുടെ 3ാമത്തെ പായസം അങ്ങനെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.